നമ്മളെ സ്കിന്നും ഹോർമോണും ഈസി ആയിട്ട് നശിപ്പിക്കാൻ പറ്റിയ ഒരു സിംപ്ലസ്റ്റ് വേ ആണ് പെട്ടെന്ന് തടി ഉറക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളായിരിക്കും ഒരു ഇവന്റ് വരുമ്പോൾ, നമ്മുടെ ബ്രദറെ കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ഭയങ്കര ബോഡി കോൺഷ്യസ് ആവുക, ഭയങ്കരമായിട്ട് ബോഡി ഷേപ്പിൽ ബോധറാവുക. അപ്പം നമ്മൾ എന്താക്കും, സ്റ്റാർവ് ചെയ്യും, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, അതുപോലെ ചെയ്യാനും തുടങ്ങും. അത് നമ്മളുടെ ഹോർമോൺസിനെ വല്ലാണ്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഫുഡ് കഴിക്കാണ്ടിരിക്കും, ഭയങ്കരമായിട്ട് കാർഡിയോ ചെയ്യും, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. പെട്ടെന്നൊരു 15 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ ഒക്കെ തടി ഉറക്കുന്ന രീതിയിലേക്ക് ഫ്യൂച്ചറിൽ അത് നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആ വരുത്താൻ പോണത്. കാരണം നമ്മുടെ തൈറോയിഡ് ഫംഗ്ഷനൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മുടെ മെറ്റബോളിസം കുറയും. അത് നമ്മളിപ്പം നമ്മുടെ പഴയ ആ ഈറ്റിംഗ് ഹാബിറ്റ്സും കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ബോഡി പെട്ടെന്ന് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫാറ്റ് അക്യുമുലേഷൻ കൂടുമ്പോൾ നിങ്ങൾ എന്താണോ റിസൾട്ട് വിചാരിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. കൂടാതെ തന്നെ ഭയങ്കരമായിട്ട് സ്കിന്നും കാര്യമൊക്കെ ഡള്ളാവുക ചെയ്യുക. ഈ ആക്നീസും ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് പ്രോപ്പർ ന്യൂട്രിയൻസ് കൊടുക്കാണ്ടിരിക്കുക, സ്റ്റാർവേഷനിൽ നമ്മൾ ഇടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്റ്റഡി പ്രകാരം സ്റ്റാർവ് ചെയ്യുന്നവർക്കാണ് ഡയബറ്റീസ് വരാൻ ചാൻസസ് കൂടുതൽ. നമ്മൾ ആദ്യമൊക്കെ ഈ ഷുഗർ വരിക നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവർക്കാന്നായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ബോഡിക്ക് ഇനഫ് ന്യൂട്രിയൻസ് കൊടുക്കാണ്ട് വിശന്നിരുന്നാൽ ഡയബറ്റീസും കാര്യവും വരാൻ ചാൻസസ് കൂടുതലാണ്.